എന്താണ് ഈ ലോകത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? എന്തിലാണ് ഇപ്പോൾ നെസ്ലിന് അതേപോലെ കല്യാണി പ്രദർശൻ, ടൊവിനോ തോമസ്, പിന്നെ സോബിൻ സാഗറൊക്കെ ചെറിയ ഒരു ക്യാരക്ടറിൽ വരുന്നുണ്ട്. പിന്നെ സലീം കുമാറിൻ്റെ മോന്. ഞാൻ എന്താ ചോദിച്ചെന്നോട്? ലോക സിനിമനെ കുറിച്ചിട്ടല്ല ചോദിച്ചത്, ഞാൻ ഈ ലോകത്തിനെ കുറിച്ചിട്ട്, അതായത് ഈ പ്രപഞ്ചം മൊത്തം ഇതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ലോകത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ മാധവേട്ടനെ വരുന്നത്. എൻ്റെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം മൂപ്പരാൾ തരും. മാധവേട്ട കുറേ ദിവസമല്ല കണ്ടിട്ട് ഇവിടെയല്ലേ? ഓരോ കറക്കല്ലേ മോനെ. പിന്നെ ഒരു സംശയം തീർക്കാണ്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. മാധവേട്ട, എനിക്ക് ഈ ലോകത്തിനെ കുറിച്ചിട്ട് എന്താ പറയുള്ളത്? എടാ മോനെ, നല്ല ചോദ്യം. കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ചേരുമ്പോൾ തീയണക്കാനുണ്ടാകുന്ന വെള്ളമുണ്ടാകുന്നു. കടലിൽ ഉള്ള മീൻ കറി വെക്കുമ്പോൾ ഉപ്പിടുന്നു. കത്ത് കൊണ്ടുവരുന്ന ആളെ പോസ്റ്റ്മാൻ എന്ന് വിളിക്കുന്നു. ഫ്യൂസ് കെട്ടുന്നവനെ ലൈൻമാൻ എന്ന് വിളിക്കുന്നു. മന്ത്രം ജപിക്കുന്നവൻ തന്ത്രി. ഒരുപാട് തന്ത്രം പഠിച്ചവൻ മന്ത്രി. പട്ടികൾക്ക് വേണ്ടി ഈ ലോകത്ത് ശബ്ദിക്കാൻ ഒട്ടനവധി മനുഷ്യരുണ്ട്. ഒരു മനുഷ്യന് വേണ്ടി ശബ്ദിക്കാൻ ഒരൊറ്റ പട്ടിയുമില്ല. അതാണ് ഈ ലോകം. പരീക്ഷയിൽ തോറ്റതിന് അടിമേടിച്ചിട്ടുണ്ട്. എന്നാൽ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും തിരിച്ചടിച്ചിട്ടുണ്ടാ? ഒരു കുഴിയിൽ വീണാൽ അത് സമയദോഷം. കുഴിയിൽ വീണ് ഒന്നും പറ്റിയില്ലെങ്കിലാ ദൈവത്തിൻ്റെ സഹായം. കേട്ടിട്ടില്ലേ? അത് ശരി. എല്ലാ സ്ത്രീകൾക്കും ശ്രീകൃഷ്ണനെ ഇഷ്ടമാണ് അല്ലേ? എന്നാൽ സ്വന്തം ഭർത്താവ് ശ്രീകൃഷ്ണനാകുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാ? അല്ല. ഈ അടുത്ത കാലത്തൊരു പനി വന്നു. ഈ പനിയെ തിരിച്ചിട്ട് നിപ്പ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പേടിപ്പിച്ചില്ലേ? മനുഷ്യന് വലിയ വീടുണ്ട്, എന്നാൽ കുടുംബം വളരെ ചെറുതാണ്. വലിയ ബിരുദങ്ങളുണ്ട്, വിവേകം വളരെ കുറവാണ്. വലിയ രീതിയിലുള്ള ചികിത്സാ സംവിധാനം ഈ രാജ്യത്തുണ്ട്, എന്നാൽ ആരോഗ്യം വളരെ ചെറുതാണ്. മനുഷ്യൻ ചന്ദ്രനിൽ വരെ പറന്നെത്തി, എന്നാൽ അയക്കാരനുമായി ഒരു ബന്ധവുമില്ല. വലിയ വരുമാനവും ബാങ്ക് നിക്ഷേപമുണ്ട്, മനസമാധാനം ഒട്ടുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. വല്ലാത്ത ലോകം, വല്ലാത്ത ലോകം, ലോകം, ലോകം. എന്തേ ഇപ്പോൾ ലോകത്തിനെ കുറിച്ച് എനിക്കിപ്പോൾ ഏകദേശം ഒരു പിടുത്തം കിട്ടില്ലേ? അയാൾക്ക് ലോക സിനിമ കണ്ടിട്ട് കിളി പോയതാന്ന് തോന്നുന്നു. ശരിയാണല്ലേ? അത് പറഞ്ഞതിൽ കാര്യമുണ്ട്. അതുണ്ട്.